ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ട്രഡീഷണൽ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് പച്ചരി 7 മണിക്കൂർ സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് മുഴുവനായിട്ടും മിക്സർ ഒരു വലിയ ജാറിലേക്ക് ഇട്ടെടുക്കാം. പച്ചരി നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടണം, അപ്പോഴേ ഉണ്ണിയപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡിയാക്കാൻ പറ്റുള്ളൂ. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലോട്ട് 4 ഏലക്ക തൊലി കളഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് അരച്ചെടുത്ത് വരാം. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കൂടി പോവരുത്. ഞാനിവിടെ കറക്റ്റ് ആയിട്ടുള്ള അളവാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇതാ പച്ചരി നല്ല പെർഫെക്റ്റ് ആയി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. പച്ചരി അരച്ചെടുക്കുന്ന സമയത്ത് ചെറിയ ചെറിയ തരികളോടെ വേണം അരച്ചെടുക്കാനായിട്ട്, നന്നായിട്ട് അങ്ങ് അരഞ്ഞു പോകാൻ പാടില്ല. ഇനി ഇതിലോട്ടൊരു 1/2 ഗ്ലാസ് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഞാനിതൊരു 3 അച്ച് ശർക്കര ഉരുക്കി എടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. 3 അച്ച് ശർക്കര ചേർക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. നിങ്ങൾക്കിനി കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ശർക്കര കൂട്ടിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് മാവ് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം. ഞാനിവിടെ നൈറ്റിലാണ് മാവ് റെഡിയാക്കി വെക്കുന്നത്. ഇപ്പോൾ മോർണിംഗ് ആയിട്ടുണ്ട്. ഞാനിതാ 2 മൈസൂർ പഴം അഥവാ പാളയംകോടൻ പഴം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മുടെ മാവ് കണ്ട 8 മണിക്കൂർ ആയപ്പോഴേക്ക് നന്നായിട്ട് ഫെർമെൻ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മാവ് അരച്ച് വെക്കുന്ന സമയത്ത് പഴം ചേർത്തിട്ടില്ലായിരുന്നു. 8 മണിക്കൂറിന് ശേഷമാണ് പഴം അരച്ച് ചേർക്കുന്നത്. ഈ ഒരു മൈസൂർ പഴത്തിന് അത്യാവശ്യം പുളിരുചി ഉള്ളതുകൊണ്ട് തന്നെ ഇതുപോലെ മാവ് ഫെർമെൻ്റ് ആയതിനു ശേഷം പഴം അരച്ച് ചേർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഇതൊട്ടും കട്ടകളൊന്നും ഇല്ലാതെ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് തേങ്ങാക്കൊത്തും വെള്ളം കൂടെ ഒന്ന് നെയ്യിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ചേർക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഇതാ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഉണ്ണിയപ്പക്കല്ലിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി മാവ് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ എല്ലാ കുഴികളിലേക്കും ഒഴിച്ചു കൊടുക്കാം. എണ്ണ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്കായി കിട്ടുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡെല്ലാം മൊരിഞ്ഞ് കളറൊക്കെ ചേഞ്ച് ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പം റെസിപ്പിയാണിത്. ഇതിലോട്ട് മൈദ, ഗോതമ്പ് പൊടി, ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ ഇതാ 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇതിന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ ട്രഡീഷണൽ ഉണ്ണിയപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.